ഗൈസ്, ഇന്ന് എനിക്കൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകണം. അതിനാണ് ഈ കൊച്ചു കുരിപ്പാടെ പുറകാലെ വന്നിട്ട് എനിക്ക് പോവാനും പറ്റുന്നില്ല. അതൊന്നും പറ്റൂല, അതൊന്നും ശരിയാവില്ല. ഞാൻ എന്തായാലും ബൈക്ക് കയറി പോവാ. അമ്മായിക്ക് ഉമ്മായൊന്നുമില്ല, ഞാൻ പോവാണ്. അയ്യോ ഗൈസ്, നമ്മളെ വെള്ളത്തിൻ്റെ അടിയിൽ പെട്ടുപോയി. ഇനി എങ്ങനെ നമ്മൾ കൂട്ടുകാരുടെ വീട്ടിൽ പോകും? മൂഞ്ചി പോയി ഗൈസ്. അങ്ങനെ നമ്മളെ സഹൂറാമിന് സ്വിമ്മിംഗ് പൂളിന്റെ അടിയിൽ പെട്ടുപോയിക്കാണ്. ഈ അവസരമാണ് എനിക്ക് നല്ലത്. നമുക്ക് എന്തായാലും ജീപ്പ് കയറിയിട്ട് നമ്മളെ അമ്മായിനെ കാണാൻ പോവാം. പറഞ്ഞൊന്നും നമ്മളെ ഗ്രാനി അമ്മയാണ് കേട്ടോ. ഗ്രാനി അമ്മേന്റെ പേര് ഒരു കാട്ടിലാണ്. എന്തായാലും ആ കാട്ടിക്ക് പോകണം കേട്ടോ. ഈ കാടിന്റെ കുറച്ച് അപ്പുറത്താണ് കേട്ടോ ഗ്രാനി അമ്മേന്റെ പേര. അപ്പൊ ഇതാണ് കേട്ടോ ഗ്രാനി അമ്മേന്റെ പേര. പേരെ കുറച്ച് സ്കേയാണ്, പേടിക്കണ്ട. നമുക്ക് ഗ്രാനി അമ്മേന്റെ പേര് ടൂറ് പോകണം. ഗ്രാനി അമ്മയെ ഒന്ന് കറക്കാൻ കൊണ്ടാണ് കേട്ടോ. കുറെ കാലായി. ഗ്രാനി ഗ്രാനിയമ്മായി, നമുക്കെന്തായാലും സ്റ്റെപ്പ് കയറി വെക്കാം. പെരന്റെ മേലെ ഉണ്ടാറില്ലല്ലോ. പെരന്റെ മേലെ എവിടെയും കാണുന്നില്ലല്ലോ. ഇനിയിപ്പോ ഈ മുറ്റത്തുണ്ടോ? മുറ്റത്ത് മഴയാണ്. എന്തായാലും താഴെ തന്നെ തപ്പിയോക്കട്ടോ. ഗ്രാനിയമ്മായി, ഈ തള്ളക്കാണ ചെവി നീക്കൂല. ഹായ് ഗ്രാനിയമ്മായി. ഇല്ല, സഹൂറാണെന്നെ എവിടേക്കും വിടുന്നില്ലെന്നേ. സഹൂറാണന്റെ കയ്യിൽ ഇതേപോലത്തെ ഒരു കുന്നുണ്ടോ? അത് വെച്ച് തിരിച്ചു കിട്ടും, നോക്കിക്കോ. അതൊന്നും കുഴപ്പമില്ല. അല്ല, എന്തിനു വന്നേ? ഗ്രാനിയമ്മായി, നമുക്കൊന്ന് കറങ്ങാൻ പോയി തരാം. മോനെ പോവാനോ? ഞാനും കൊറേ കാലമായി പോയിട്ട്. ഞാൻ ജീപ്പോണ്ടാ വന്നത്, നമുക്ക് അതില് പോവാം. എന്തിനായാലും എത്തിയാ മതി. വേണ്ട. അല്ല മോനെ, എങ്ങോട്ടാ പോണേ? നമുക്കിപ്പോ റെയിൽവേ സ്റ്റേഷനിൽ പോവാം. എന്തായാലും പോവാ, വേണ്ട. തള്ളേ വണ്ടി കയറി. മോനെ, ഈ വാതിലൊക്കെ തുറക്കാൻ പറ്റണേ? പിന്നെ അമ്മായി ചാടി കയറും. മോനെ, റെയിൽവേ സ്റ്റേഷനിൽ എന്തിനാ പോണേ? വിമാനം ഓടിക്കാണ്. ഈ തള്ളയുടെ ഓരോ ചോദ്യങ്ങൾ. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് മയ ഇതിന്റെ ഉള്ളിൽ കയറിക്ക്. അല്ല മോനെ, ട്രെയിൻ എപ്പോഴാ വരിക? ട്രെയിന് വരുമ്പോ വന്നോളൂ, കാത്തിക്ക്. ട്രെയിൻ എത്തി. ഗ്രാനമ്മ വേമ. മോനെ, അപ്പൊ ഇതാണ് ട്രെയിന്? ആ കാട്ടിന്റെ ഉള്ളിൽ ഉണ്ടതൊന്നും അറിയില്ല, പുറലോകം കാണണം. കേറി വാ. അയ്യോ മോനെ, എനിക്ക് ട്രെയിന് പേടി, എനിക്ക് ഇറങ്ങി പോണം. എന്തമ്മായി പറയുന്നത്? ഇറങ്ങി പോകാനൊന്നും പറ്റൂല. അയ്യോ മോനെ, എനിക്ക് പോണം, പ്ലീസ് പ്ലീസ്. അയ്യോ മോനെ, പ്ലീസ്. എന്തമ്മ ഇങ്ങനെ പേടിക്കാതെ? ഞാൻ ഇറങ്ങി പോവും. ഈ അമ്മായിനെ കൊണ്ട് വല്ലാത്ത കഷ്ടായോ. എന്തായാലും വണ്ടി കയറി നമുക്ക് ബീച്ചിക്ക് പോവാം. അല്ല മോനെ, ബീച്ച് എന്താ? ബീച്ച് ഫുട്ബോൾ ഗ്രൗണ്ട്. നല്ല ഇനി കണ്ടില്ല പറയണ്ടേ, ഇതാണ് ബീച്ച്. മോനെ എങ്ങനെ വീട്ടിൽ നിന്ന്? സഹൂറെണ്ണ സ്വിമ്മിംഗ് പൂളിൽ കൊണ്ടു. അപ്പൊ ഞാൻ ഓടി. മോനെ, ഇവിടെ ഫുള്ളും പൊടിയാണല്ലോ, എനിക്ക് തുമ്മല് വരും. അതൊക്കെ അങ്ങോട്ട് സഹിച്ചോ. അല്ല മോനെ, ഇവിടെ കുറെ വെള്ളം ഉണ്ടല്ലോ. പിന്നെ കടലിൽ ലാഭം ഉണ്ടാവും. ഇങ്ങോട്ട് വാ തള്ളേ, വെള്ളത്തിൽ ഇറങ്ങി കളിക്കാം. മോനെ, നല്ല സുഖമുണ്ടല്ലോ വെള്ളത്തിൽ പോകുമ്പോ. ഇതാണ് ബീച്ച്. മോനെ, ഇനി ഞാൻ വീട്ടിൽ കൊണ്ടാക്കോ? ആ വീട്ടിൽ കൊണ്ടാക്കിയോ. അതിന് മുമ്പ് ഇവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. അപ്പൊ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, മാക്സിമം ഷെയർ ചെയ്യാം, പിന്നെ ലൈക്ക് അടിക്കാൻ മറക്കുകയോ ചെയ്യില്ലേ. സിൻചാമോന് കഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത്. അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണേ. ഇതുവരെ എന്റെ ചാനലിൽ ഒരു കമന്റ് കിട്ടിയിട്ടില്ല. എനിക്ക് വളരെ സങ്കടമാണ്. അപ്പൊ നിങ്ങളെല്ലാവരും കമന്റ് ചെയ്യാം. ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് ചാനലിൽ വരുന്നതാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി. നമുക്ക് ഗ്രാനിയമ്മേനെ വീട്ടിൽ കൊണ്ടാക്കാം. മോനെ, വേഗം വീട്ടിൽ കഴിക്കോ. സഹൂറന് എന്തായിരിക്കും അവസ്ഥ അറിയില്ല. പേടിക്കണ്ട, ഇപ്പൊ ആക്കി തരാം അമ്മായി. ഞാനല്ല, നിങ്ങളിറങ്ങേ, ഞാൻ പോട്ടെ. മോന് ബാക്കി തന്നിട്ട് പോയിക്കോ. ഈ കള്ളേനെ കൊണ്ട് വാ, ഞാൻ വേഗം പോട്ടെ. അപ്പൊ ശരി ഗ്രാനിയമ്മായി, ഞാൻ എന്തായാലും പോയിട്ട് വരാട്ടോ. പിന്നെ ദിവസം വരാം. വേഗം പോയിക്കോ സിൻചാമോനെ, സഹൂറനെ എവിടെ എത്തിയറിയില്ല. ഞാൻ വേഗം പോട്ടെട്ടോ. അപ്പൊ ശരി ഗൈസ്, നമുക്ക് വേഗം വീട്ടിൽ പോവാട്ടോ. അപ്പൊ നമ്മളെ വീട് എത്താനായിട്ടുണ്ട്, വേഗം പോവാ. സഹൂറണം സ്വിമ്മിംഗ് പൂളിൽ വന്നില്ലേ, നമുക്കെന്തായാലും വെല്ല പോയേക്കാം. അല്ല, സഹൂറണം ഇവിടെ തന്നെ ഉണ്ടല്ലോ. മോനെ, ഈ അങ്ങോട്ടടാ പോയേ? ഞാൻ പറഞ്ഞില്ലേ ഗ്രാനിയമ്മായി, അതിന്റെ അടുത്താ പോയെ. എനിക്ക് ഞാൻ കാണിച്ചുതരാം. ഞാൻ സ്വിമ്മിംഗ് പൂളിൽ പെട്ടെടുക്കുമ്പോ ഇവനെ രക്ഷിച്ചേ. എടാ മൊട്ട, വല്ല ആവശ്യം ഉണ്ടെന്ന് രക്ഷിക്കണ്ടേ? സഹോദരൻ നമ്മളെ കളിയാക്കണി, മറ്റേ തലത്തിനുണ്ടല്ലോ. അയ്യോ ഓടിക്കോ ഗൈസ്, നമ്മളിങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അയ്യോ സഹൂറണം എന്താ വരുന്നത്? അവിടെ ഗൈസ്, അപ്പൊ ടാറ്റ ബൈ ബൈ. എന്തായാലും 2 അടി മേടിച്ചിട്ട് പിന്നെ ഒരു വീഡിയോയിൽ കാണാം.